ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്റ്റോറേജ് ഇൻ ക്ലൗഡ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലൗഡ് സ്റ്റോറേജ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ് മോഡലാണ്. ഇതിൻ്റെ അകത്ത് ഡിജിറ്റൽ ഡേറ്റാസ് എല്ലാം ലോജിക്കൽ പൂൾസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ക്ലൗഡ് എന്ന് വിളിക്കാം. ഒരു ഫിസിക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഫിസിക്കൽ സ്റ്റോറേജ് മൾട്ടിപ്പിൾ സെർവേഴ്സിലായിരിക്കും ഉള്ളത്. ഈ ഓരോ മൾട്ടിപ്പിൾ സെർവേഴ്സും മൾട്ടിപ്പിൾ ലൊക്കേഷൻസുകളിലായിരിക്കും. മാത്രമല്ല, ഈ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഓൺ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഹോസ്റ്റിംഗ് കമ്പനി ആയിരിക്കും. അപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡേഴ്സാണ് ഈ ഡേറ്റാസിനെ അവൈലബിളും ആക്സസിബിൾ ആക്കുകയും ഫിസിക്കൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റഡ് ആകും റണ്ണിങ്ങും ആക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഈ പ്രൊവൈഡേഴ്സിൽ നിന്നും ഈ കപ്പാസിറ്റിയെ വാങ്ങിക്കുകയോ ലീസിനെടുക്കുകയോ ചെയ്യുന്നു. എന്നിട്ട് യൂസർ, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡേറ്റാസ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ് സർവീസുകൾ നമുക്ക് ഈ ലൊക്കേറ്റഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് അല്ലെങ്കിൽ വെബ് സർവീസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് API യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അതായത് ഈ ക്ലൗഡ് ഡെസ്ക്ടോപ്പ് സ്റ്റോറേജ് അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് ഗേറ്റ് വേ ഇല്ലെങ്കിൽ വെബ് ബേസ്ഡ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതിലൂടെയൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടുത്തത് നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. അത് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഹൈലി വിർച്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ക്ലൗഡ് സ്റ്റോറേജിനെ ഓഫ് പ്രിമിസസ് ആയിട്ടുള്ള സർവീസുകൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ പ്രിമിസസ് ഡിപ്ലോയിഡ് ഓൺ പ്രിമിസസിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസിനെയാണ് റിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസ് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? ആമസോൺ S3, ഒറാക്കിൾ ക്ലൗഡ് സ്റ്റോറേജ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ സ്റ്റോറേജ്, അതുപോലെ ഒബ്ജക്റ്റ് സ്റ്റോറേജ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഓപ്പൺ സ്റ്റാക്ക് സ്വിഫ്റ്റ്, ഒബ്ജക്റ്റ് സ്റ്റോറേജ് സിസ്റ്റംസ് ലൈക്ക് EMC, അറ്റ്മോസ്, EMC, ECS, ഹിറ്റാച്ചി കണ്ടന്റ് പ്ലാറ്റ്ഫോം, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് റിസോഴ്സ് പ്രൊജക്ട്സ് ലൈക്ക് ഓഷൻ സ്റ്റോർ ആൻഡ് വിഷൻ ക്ലൗഡ്. അപ്പോൾ ഇതെല്ലാം സ്റ്റോറേജിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഇതിനെ ഹോസ്റ്റ് ചെയ്യുകയും ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യുന്നു വിത്ത് ക്ലൗഡ് സ്റ്റോറേജ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പം അത് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഒരുമിച്ച് ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അത് ഒന്നായിട്ട് ഒറ്റ ഒരു സിസ്റ്റം എന്ന രീതിയിലൊരു അപ്പിയറൻസ് തന്ന് അത് പ്രവർത്തിക്കും. ഇതിൻ്റെ ഫെഡറേറ്റഡ് ഒരു കോപ്പറേറ്റീവ് സ്റ്റോറേജ് ക്ലൗഡ് ആർക്കിടെക്ചർ. അപ്പോൾ ഡേറ്റാസ് എല്ലാത്തിനും റെഡൻസിയും ഡിസ്ട്രിബ്യൂഷൻസും ഒക്കെ ഉള്ളത് കൊണ്ട് ഹൈലി ഫോൾട്ട് ടോളറൻ്റ് ആണ്. അതുപോലെ തന്നെ വേർഷൻഡ് ആയിട്ടുള്ള കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹൈലി ഡ്യൂറബിളുമാണ്. മാത്രമല്ല ഡേറ്റ റിപ്ലിക്കാസ് ഉള്ളത് കൊണ്ട് ഇവൻച്വലി കൺസിസ്റ്റൻറ്റുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം ഇപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ് സ്പേസ് ഉപയോഗിക്കുന്ന കമ്പനീസ് അവർ എത്ര എമൗണ്ട് ഓഫ് സ്റ്റോറേജ് ആണ് ഉപയോഗിക്കുന്നത് അതിനുള്ള പേയ്മെൻറ്റ് ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് കൊടുത്താൽ മതി. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മാസം എത്രത്തോളം ആവറേജ് കൺസപ്ഷൻ ചെയ്തു എന്നുള്ള റേറ്റ് കൊടുക്കുന്നു. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം ക്ലൗഡ് സ്റ്റോറേജ് ലെസ് എക്സ്പെൻസീവ് ആണെന്നല്ല, പക്ഷേ ഇത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനെയാണ് ഇൻകർ ചെയ്യുന്നത്, ഈ ക്യാപിറ്റൽ എക്സ്പെൻസുകളെ അല്ല. അപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുന്ന ബിസിനസ്സുകൾക്ക് അവരുടെ എനർജി കൺസപ്ഷൻ 70% വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇതിനെ കൂടുതൽ ഗ്രീൻ ബിസിനസ്സുകളാക്കാൻ പറ്റും. ഓർഗനൈസേഷൻസിന് ഓഫ് പ്രിമിസസ് ആണോ അല്ലെങ്കിൽ ഓൺ പ്രിമിസസ് ആയിട്ടുള്ള ക്ലൗഡ് സ്റ്റോറേജ് ഓപ്ഷൻസ് ആണോ ചൂസ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സ്ചർ ആയിട്ടുള്ള 2 ഓപ്ഷൻസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അവരുടെ ഡിസിഷൻ ക്രൈറ്റീരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏതെടുക്കണമെന്നത്. ഇതെന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ടു ഇൻഷുർ ഡയറക്റ്റ് കോസ്റ്റ് സേവിങ് പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ടിന്യൂറ്റി ഓഫ് ഓപ്പറേഷൻസ്, ഡിസാസ്റ്റർ റിക്കവറി, സെക്യൂരിറ്റി ആൻഡ് റെക്കോർഡ് റിട്ടൻഷൻ ലോസ്, റെഗുലേഷൻസ് ആൻഡ് പോളിസീസ്. അപ്പോൾ ഈ സ്റ്റോറേജ് അവൈലബിലിറ്റിയും ഡേറ്റ പ്രൊട്ടക്ഷൻസും ഇൻട്രിൻസിക് ആണ് to object storage architecture.
സോ നമ്മൾ ഈ ആപ്ലിക്കേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ടെക്നോളജി, എഫേർട്ട്, കോസ്റ്റ് ടു പുതിയ അവൈലബിലിറ്റി ആഡ് ചെയ്യാനുള്ള കോസ്റ്റ്, പ്രൊട്ടക്ഷൻ, ഇവയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഈ സ്റ്റോറേജ് മെയിൻ്റെനൻസ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഇല്ലേ, അതായത് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി, പർച്ചേസിംഗ് ഒക്കെ ഇല്ലേ, ഇതെന്ന് പറയുന്നത് ഈ സർവീസ് പ്രൊവൈഡറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ക്ലൗഡ് സ്റ്റോറേജ് യൂസേഴ്സിന് ഇമ്മീഡിയറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നു കുറേ ബ്രോഡ് റേഞ്ച് ഓഫ് റിസോഴ്സുകളിലേക്ക്. മാത്രമല്ല ആപ്ലിക്കേഷൻസിലേക്കും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഹോസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിലേക്കും ഓഫ് അനദർ ഓർഗനൈസേഷൻ. മറ്റൊരു ഓർഗനൈസേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഹോസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിനും അതുപോലെ ബ്രോഡ് റേഞ്ച് ഓഫ് റിസോഴ്സുകളെയും ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് യൂസേഴ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നു വെബ് സർവീസ് ഇൻ്റർഫേസിലൂടെ. അപ്പോൾ ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കാൻ പറ്റും ഈ വിർച്വൽ മെഷീൻ ഇമേജ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം ദ ക്ലൗഡ് ടു ഓൺ പ്രെമിസസ് ലൊക്കേഷൻ. മാത്രമല്ല വിർച്വൽ മെഷീൻ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഫ്രം ആൻ ഓൺ പ്രെമിസസ് ലൊക്കേഷൻ ടു ദ ക്ലൗഡ് ഇമേജ് ലൈബ്രറി. മാത്രമല്ല ക്ലൗഡ് സ്റ്റോറേജിനെ നമുക്ക് ഉപയോഗിക്കാം ഈ വിർച്വൽ മെഷീൻസ് ഇമേജസുകളെ ഈ യൂസർ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്റേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൂഫ് ബാക്കപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം നോർമലി അവിടെ 2 or 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്കപ്പ് സർവീസ് ഉണ്ടായിരിക്കും ഡിഫറെൻറ്റ് പ്ലേസുകളിലായിട്ട് ലോകത്തിന് ചുറ്റും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സെർവർ ഡാമേജ് ആയി ഡേറ്റ പോയാലും മറ്റൊരു സെർവറിൽ ഡേറ്റ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുക. അപ്പം ക്ലൗഡ് സ്റ്റോറേജിന് നമുക്ക് ഒരു ലോക്കൽ ഡ്രൈവായിട്ട് മാപ്പ് ചെയ്യാം വിത്ത് എ വെബ് ഡാവ് പ്രോട്ടോകോൾ. അപ്പോൾ ഇതിന് ഒരു സെൻട്രൽ ഫയൽ സെർവർ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഓഫീസ് ലൊക്കേഷൻസ് ഉള്ള ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഫയൽ സെർവറായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യുന്നു. അങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് ദേവ് എന്ന പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഡേറ്റ സ്റ്റോറേജിനും ക്ലൗഡിനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ഡേറ്റ സെക്യൂരിറ്റി. ഔട്ട്സോഴ്സിങ് ഡേറ്റ സ്റ്റോറേജ് ഇൻക്രീസസ് ദ അറ്റാക്ക് സർഫസ് ഏരിയ. അപ്പോൾ ഈ ഡേറ്റാസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അല്ലേ, ഇത് പല ലൊക്കേഷൻസിൽ ഇത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയും അപ്പോൾ ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ഈ ഡേറ്റേനെ ആക്സസ് ചെയ്യാനുള്ള റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലൗഡ് ബേസ്ഡ് ആർക്കിടെക്ചറിൽ ഡേറ്റാസ് പല പ്രാവശ്യം പല കോപ്പീസ് ക്രിയേറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ഫ്രീക്വൻ്റ്ലി മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ റിക്കവറി റിസ്ക് അവിടെ കൂടുകയാണ്. അപ്പോൾ ഇപ്പം ഒരു ഓൾഡ് എക്യുപ്മെൻറ്റ് ഡിസ്പോസൽ ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന് റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസിന് റീഅലൊക്കേഷൻ ചെയ്യുക, അതുപോലെയൊക്കെ. അപ്പോൾ ഈ ഡേറ്റ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന മാനർ എന്ന് പറയുന്നത് സർവീസ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഒരു കസ്റ്റമർ ചൂസ് ചെയ്യുന്ന. മാത്രമല്ല സർവീസ് പ്രൊവൈഡറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു എൻക്രിപ്ഷൻ നടക്കുമ്പോൾ ഇത് കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യുന്നു. ക്രിപ്റ്റോ ഷ്രെഡിങ് എന്ന് പറയുന്നത് ഉപയോഗിക്കാം വെൻ ഡിസ്പോസിങ് ഓഫ് ഡേറ്റയെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ക്രിപ്റ്റോ ഷ്രെഡിങ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വന്ന ഡേറ്റയിൽ ഒരു സെക്യൂരിറ്റിയാണ്. അതായത് ഒരു ഡേറ്റയുണ്ട്, ആ ഡേറ്റേനെ ഒരുപാട് പേര് ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിൽ ഏതെങ്കിലും ഒരാൾ ആ ഡേറ്റേനെ അനധികൃതമായ കയ്യിലേക്ക് കൊണ്ടുപോയാൽ അവിടെ ആ ഡേറ്റ വേറെ ആർക്കെങ്കിലും കിട്ടത്തില്ലേ. അപ്പോൾ ഒരു സിംഗിൾ കമ്പനിക്കൊക്കെ ഒരു സ്മോൾ ടീം ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു ക്ലൗഡ് സ്റ്റോറേജ് കമ്പനിയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, തൗസൻഡ്സ് ഓഫ് സെർവേഴ്സ് ഉണ്ട്, അതുപോലെ ഒരു വലിയ ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട് വിത്ത് ഫിസിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ആക്സസ് ടു ഓൾമോസ്റ്റ് ഓൾ ദ ഡേറ്റ അറ്റ് ദ എൻറ്റയർ ഫെസിലിറ്റി ഓഫ് ഓർ പെർഹാപ്സ് ദ എൻറ്റയർ കമ്പനി. അപ്പം ഈ ക്ലൗഡ്
സ്റ്റോറേജ് മാനേജ് ചെയ്യുന്ന കമ്പനിയിൽ ഒരുപാട് ടെക്നിക്കൽ സ്റ്റാഫുകളുണ്ട്. അവർക്ക് ഈ ഡേറ്റാസിൻ്റെ ഫിസിക്കലിയും ഇലക്ട്രോണിക്കലിയും എല്ലാ ഡേറ്റകളെയും ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു കമ്പനിയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ വലിയ കമ്പനി ആയിരുന്നെങ്കിൽ അവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അറ്റ്ലീസ്റ്റ് അവരുടെ ഡേറ്റ വേറെ ആൾക്കാരുടെ കയ്യിൽ കള്ളത്തരത്തിലൂടെ അല്ലെങ്കിൽ അനധികൃതമായി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഈ ഡേറ്റേനെ എത്തിക്കത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഈ ക്ലൗഡ് സ്റ്റോറേജ് കമ്പനി പോലത്തെ വലിയ കമ്പനികളാണെങ്കിൽ അവിടെ ഒരുപാട് സെർവേഴ്സും ഒരുപാട് ജീവനക്കാരും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും നമ്മൾ സീക്രട്ടായിട്ട് കൊണ്ടു നടക്കുന്ന ഡേറ്റാസിനെ, കാരണം നമ്മൾ ഈ ഡേറ്റാസ് സീക്രട്ടായിട്ട് കൊണ്ടു നടക്കുമെങ്കിലും അത് ഒരു ക്ലൗഡിലുള്ള ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ് കമ്പനിയിലെ ജീവനക്കാർക്ക് ആർക്ക് വേണമെങ്കിലും അതിനെ ഫിസിക്കലിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ആക്സസ് ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒരു ത്രെട്ടുണ്ട്. അപ്പോൾ ഒരു ഡീക്രിപ്ഷൻ കീസ് സർവീസ് യൂസേഴ്സിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡറിന് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഡീക്രിപ്ഷൻ കീ. അതായത് ഇപ്പം ഇത് മാറ്റാൻ, അതായത് നമ്മളിപ്പോൾ ഡേറ്റ വെറുതെ സ്റ്റോർ ചെയ്ത്, അപ്പം ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജ് കമ്പനി ഉണ്ട്, അവിടെ നമ്മൾ വെറുതെ ഡേറ്റ സ്റ്റോറേജ് നമ്മുടെ ഡേറ്റാസ് നമ്മുടെ കൂടുതൽ സെക്യൂരിറ്റി നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ആ IT കമ്പനിയിലെ ഈ ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക് നമ്മുടെ ഡേറ്റാസ് നമ്മളറിയാതെ ആക്സസ് ചെയ്യാൻ മിസ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഡീക്രിപ്ഷൻ കീസ് ഉപയോഗിക്കുന്നു. ഇത് സർവീസ് യൂസർ കെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡീക്രിപ്ഷൻ കീ എന്ന് പറയുന്നത് ആരാണോ സർവീസിന് വേണ്ടത് ആ യൂസറുടെ കയ്യിലാണ് ഡീക്രിപ്ഷൻ കീ ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡറിന് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാകുമ്പം നമ്മൾ ക്ലൗഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസ് നമ്മൾ കീസ് വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലാണ് അത് ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള കീ ഉള്ളത്. അപ്പം ടെക്നിക്കൽ സ്റ്റാഫിനൊന്നും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ക്ലൗഡിൽ മൾട്ടിപ്പിൾ ഡേറ്റാസ് ഷെയർ ചെയ്യുന്നുണ്ട് വിത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സ്. ലാർജ് നമ്പർ ഓഫ് കീസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓരോ യൂസേഴ്സിലൊക്കെയായിട്ട് ഈ കീസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സെക്യൂർ ചാനൽസിലൂടെ ഡീക്രിപ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കീസിനെ നമുക്ക് സെക്യൂർലി സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല യൂസേഴ്സ് അവരവരുടെ ഡിവൈസുകളിൽ ഇത് മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ വന്നു കഴിയുമ്പോൾ അത് നമുക്കിത് പിന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ എക്സ്പെൻസീവ് ആകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീ അഗ്രിഗേറ്റ് ക്രിപ്റ്റോ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഡേറ്റേനെ ക്ലൗഡിലല്ലേ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റയ്ക്ക് കുറേ നമ്പർ ഓഫ് നെറ്റ്വർക്ക്സിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മളിതൊരു ലോക്കൽ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ സ്റ്റോറേജ് ചെയ്ത നെറ്റ്വർക്കിലോ ഒന്നും അല്ലല്ലോ. അപ്പം ഈ ക്ലൗഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയ്ക്ക് ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആവശ്യമുണ്ട് എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പം സ്റ്റോറേജും നെറ്റ്വർക്കും പല യൂസേഴ്സ് അല്ലെങ്കിൽ പല കസ്റ്റമേഴ്സുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരാളുടെ ഡേറ്റ മറ്റൊരു കസ്റ്റമർ ആക്സസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. വല്ല എറനിയസ് ആയിട്ട് ലൈക്ക് ആക്ഷൻസോ ഫോൾട്ടി എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ബഗ്ഗോ കൊണ്ട് ഒരാളുടെ പേഴ്സണലായിട്ടുള്ള ഡേറ്റാസ് മറ്റൊരാളുടെ കൈ അറിയാതെ എത്താനുള്ള ചാൻസ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ അറിഞ്ഞുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും ആകാം. അപ്പോൾ ഈ റിസ്ക് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സ്റ്റോറേജുകളിലും ഉണ്ട്, ക്ലൗഡ് സ്റ്റോറേജുകൾ മാത്രമല്ല. അപ്പോൾ ഈ ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യാൻ നേരത്ത് ഉണ്ടാകുന്ന റിസ്കുകൾ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എൻക്രിപ്ഷൻ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു എൻക്രിപ്ഷൻ്റെ അകത്ത് ഒരു ട്രാൻസിറ്റ് ഉണ്ട്. ഇത് ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഡേറ്റാസ് നമ്മൾ സെക്യൂർ ചാനലിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയല്ലേ, അല്ലെങ്കിൽ ക്ലൗഡ് സർവീസസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റാസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയല്ലേ. അപ്പം എൻക്രിപ്ഷൻ എന്ന് പറയുമ്പം ആ ഡേറ്റനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കാരണം വേറൊരാൾക്ക് എൻക്രിപ്റ്റ് ചെയ്ത ഡേറ്റാസ് എൻ്റെ ആക്ച്വലി കണ്ടെന്ന് മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ എൻക്രിപ്ഷൻ ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പം ഇത് ഓൺ പ്രിമിസസ് ക്ലൗഡ് സർവീസ്
ഓൺ റാം സിസ്റ്റം ഇതിന് ബോത്ത് കൈൻഡ്സ് ഓഫ് എൻക്രിപ്ഷൻ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ടൈമാണ് ലോങ്ങവിറ്റി. അപ്പോൾ കമ്പനീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. അവർ ഓഫർ ചെയ്യുന്ന സർവീസുകളും പ്രോഡക്ട്സും ഇതൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഡേറ്റ സ്റ്റോറേജ് ഔട്ട്സോഴ്സ് ചെയ്യുമ്പം മറ്റൊരു കമ്പനി കെയർഫുള്ളായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് നത്തിങ് ഈസ് എവർ സർട്ടൻ. അതായത് ഇപ്പോൾ ഒരു ക്ലൗഡിൻ്റെ കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ നമ്മൾ ഒരു ലീസിനെടുത്തിട്ട് നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഡേറ്റാസൊക്കെ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ പെട്ടെന്ന് ആ കമ്പനീനെ വേറെ ഒരു വലിയ കമ്പനി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ക്ലൗഡ് കമ്പനി പെട്ടെന്ന് ബാങ്ക്രപ്റ്റൊക്കെ വന്ന് പൂട്ടിപ്പോണം. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ കോൺട്രാക്റ്റൊക്കെ വർക്ക്ലെസ് ആയി പോകും. നമ്മുടെ ഡേറ്റാസ് റിക്കവറബിൾ ആക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത പോയിൻ്റാണ് ആക്സസിബിലിറ്റി. ഈ ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ലോക്കൽ സ്റ്റോറേജിനേക്കാളും ലോവറാണ്. ഇതെന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം ഒരു കസ്റ്റമർ ഒരു വാൻ ബാൻഡ്വിഡ്ത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണ് എന്നതിൻ്റെ ബേസിസ് ആയിട്ടിരിക്കും. മാത്രമല്ല ഇത് റിലയബിലിറ്റിയും അവൈലബിലിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഓൾസോ ഓൺ ദി ലെവൽ ഓഫ് പ്രിക്കോഷൻസ് ടേക്കൺ ബൈ ദ സർവീസ് പ്രൊവൈഡർ എന്തൊക്കെ തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ബേസിലും. അപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഹാർഡ്വെയറിൻ്റെയും വേരിയസ് അൽഗോരിതംസ് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെയും ബേസിസിലാണ്. ഇത് ഡേറ്റ സ്റ്റോറേജിൽ ഒരു മൾട്ടിപ്ലിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഇത് ഫേസ് ചെയ്യുന്ന മറ്റൊരു പല കൺസേൺസ് എന്ന് പറയുന്നത് ഈ ക്ലൗഡിൽ ഒരുപാട് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഒരു സെക്യൂരിറ്റി കൺസേൺ ഓൾറെഡി ഉണ്ട് ഡേറ്റ ആ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ യൂസേഴ്സ് ചില യൂസേഴ്സൊക്കെ ഇല്ലേ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കോർഡ്സ് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് കീപ്പ് ചെയ്യുന്നവർ, അതായത് ഈ പബ്ലിക് ഏജൻസീസൊക്കെ ഇല്ലേ, അവർ ചിലപ്പം ഇലക്ട്രോണിക് റെക്കോർഡ്സുകളൊക്കെ ആയിരിക്കും അക്കോർഡിംഗ് ടു സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ അത്തരത്തിലുള്ളവരൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും സ്റ്റോറേജും ഉപയോഗിക്കുന്നതിലൂടെ. ഇപ്പോൾ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ഉണ്ട്. അത് ഡെസിഗ്നേറ്റ് ചെയ്തു ഈ ഡിഫൻസ് ഇൻഫർമേഷൻ സിസ്റ്റം ഏജൻസീസ് ഒരു ലിസ്റ്റ് ഓഫ് റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് പ്രൊഡക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാ റെക്കോർഡ് റിട്ടൻഷൻസിനെയും പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെയും സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സിനെയും മീറ്റ് ചെയ്യണമെന്ന്. ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു റിച്ച് റിസോഴ്സാണ് ഈ ഹാക്കേഴ്സിനും നാച്ചുറൽ സെക്യൂരിറ്റി ഏജൻസീസിനും. എന്തുകൊണ്ടെന്നാൽ ക്ലൗഡിൽ ഒരുപാട് ഡേറ്റാസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസേഴ്സിൻ്റെ ഓർഗനൈസേഷൻസിൻ്റെയും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാക്കേഴ്സിന് ഇതൊരു വെരി വാല്യുബിൾ ആയിട്ടുള്ള ടാർഗറ്റാണ്. പ്രൈവസിയും കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റും ഇത് എനേബിൾ ചെയ്യുന്നു. സൈറ്റ്സ് ഇതിനെയൊക്കെ എനേബിൾ ചെയ്യുന്നു. ഇത് ഫയൽ ഷെയറിങ്ങിനെ പെർമിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഈ കോഡെക്സ് ക്ലൗഡ് ബുക്ക് സ്റ്റോറേജ് സൈറ്റ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഇത് അതായത് ഇപ്പം ഓരോ സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഓരോരുത്തർ ഓൺ ചെയ്ത സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഐറ്റംസൊക്കെ ഇല്ലീഗലായിട്ട് ഇതിലൂടെയൊക്കെ ഷെയർ ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഒരു റെഗുലേറ്ററി കംപ്ലൈൻറ്റ് സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുമ്പോൾ ഫയൽസിനെ ഡൊമസ്റ്റിക്കലിയും ഇൻ്റർനാഷണലി സ്റ്റോർ ചെയ്യുന്നത് കൺസേൺ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലൗഡ് സ്റ്റോറേജ് ഡേറ്റ സ്റ്റോറേജിൻ്റെ ക്ലൗഡ് ബേസ്ഡ് ഡേറ്റ സ്റ്റോറേജിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ സിമ്പിളായിട്ട് പറയുമ്പോൾ വേറെയും പല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിയിൽ ഒരുപാട് ഡേറ്റാസൊക്കെ സ്റ്റോർ
ചെയ്യണം. അപ്പോൾ ആ ഡേറ്റാസിൻ്റെ കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ പർട്ടിക്കുലർ ഡേറ്റാസിൻ്റെ ബാക്കപ്പ് നമുക്ക് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് വെക്കുക. അപ്പോൾ ഈ ഡേറ്റാസ് ഈ ക്ലൗഡിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പം ഡേറ്റയുടെ വലിപ്പം കൂടുതൽ ആകുകയും ഇൻ്റർനെറ്റിൻ്റെ ബാൻഡ് വിഡ്ത്ത് വെറും കുറച്ച് ഉള്ളതെങ്കിലും അപ്പോൾ എന്ത് പറ്റും, ഒരുപാട് സമയം എടുക്കും ഈ ബാക്കപ്പ് അങ്ങോട്ട് അപ്ലോഡ് ആകാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഈ നമ്മൾ ഡേറ്റാസ് ഇപ്പോൾ സെർവറിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ആ ഡേറ്റാസ് ഈ സെർവറിൽ നിന്നും റീസ്റ്റോർ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഡേറ്റാസ് ഉണ്ടെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഒരുപാട് ഇൻ്റർനെറ്റ് ഇവിടെ യൂസ് ചെയ്യപ്പെടുന്നു. കാരണം ഇപ്പം ഈ ബിസിനസ് അവേഴ്സിലൊക്കെയാണ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഡേറ്റാസ് നമുക്ക് ബാക്കപ്പായിട്ട് നമ്മുടെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ ബിസിനസ് അവേഴ്സിലാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴല്ലേ നമ്മൾ സിസ്റ്റമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ് അവറിൽ ബിസിനസ്സിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നെറ്റ് വേണം. അപ്പോൾ ആ ടൈമിൽ ക്ലൗഡിലേക്കും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നെറ്റിൻ്റെ സ്പീഡ് അവിടെ വളരെ കുറയുകയും പെർഫോമൻസ് ലോ ആകുകയും ചെയ്യുന്നു. കാരണം അവിടെ അവിടെ ക്ലൗഡിലേക്ക് ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം ബിസിനസ്സിനുള്ള ആവശ്യങ്ങൾക്കായിട്ട് നെറ്റ് ഉപയോഗിക്കുകയും വേണം. അപ്പം നെറ്റിൻ്റെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യും, ഇൻ്റർനെറ്റിൻ്റെ. മാത്രമല്ല ഈ ക്ലൗഡ് സ്റ്റോറേജിൽ ഫോൾഡേഴ്സിലേക്ക് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പൊക്കെ സിമ്പിളായിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യുമ്പം ഇപ്പോൾ വേണമെങ്കിൽ പല ആൾക്കാർക്കും അറിയാതൊക്കെ നമുക്ക് ക്ലൗഡിലേക്കൊന്നും സ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പല ഡേറ്റാസും അറിയാതെ അതിലേക്ക് കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ചില ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് ക്ലൗഡ് സ്റ്റോറേജ് സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് അലവൻസ് ഉള്ള. പിന്നെ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ത് പറയാം, നെറ്റ് ഇല്ലെങ്കിൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഇനി ഡേറ്റ സെക്യൂരിറ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ റിമോട്ടിൽ നമുക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഒരുപാട് സെക്യൂരിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യാനും പറ്റും ആ സ്റ്റോർ ചെയ്ത ഡേറ്റാസിന്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഡേറ്റ സ്റ്റോറേജ് ഇൻ ദ ക്ലൗഡ്, അതിനെപ്പറ്റി കുറച്ച് ഫീച്ചേഴ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.